ഹിന്ദി സാഹിത്യ ലോകത്തിലെ ഇതിഹാസമായ സന്ത് കബീറിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, പരിപാടിക്ക് താൽപ്പര്യമുണർത്തുന്ന അവതരണത്തിനായി പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളുടെ വിവരണത്തിൽ അങ്ങിങ്ങ് ഭാവനയുടെ സഹായം തേടിയിട്ടുണ്ട്. ഈ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും രചനകളെയും സമകാലികമായ വിഭിന്ന ചുറ്റുപാടുകളെയും അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങളെയും കബീർ മാർഗത്തെയും കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണം നൽകിയിട്ടുണ്ട്. സ്നേഹിതരെ, നമസ്കാരം. ഇന്ന് നമ്മൾ സന്ത് കബീറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കബീർ ഇന്ന് 600 വർഷങ്ങൾക്കിപ്പുറവും അന്നത്തെ അത്ര തന്നെ പ്രസക്തൻ ആണ്. എന്നാൽ കബീറിൽ എന്താണ് വിശിഷ്ടമായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇന്നും പലപ്പോഴും അദ്ദേഹത്തെ ഓർമ്മ വരുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സാഖിയും സബദും രമൈണിയും മറ്റും നമ്മുടെ മനസ്സിൽ മുഴങ്ങുന്നത്? അവ നമ്മെ ചിന്തിപ്പിക്കുന്നതും ആവർത്തിച്ചു പറയാൻ പ്രേരിപ്പിക്കുന്നതും? യഥാർത്ഥത്തിൽ കബീറിന് പല രൂപങ്ങളുണ്ട്. ഒരു രൂപത്തിൽ അദ്ദേഹം തന്റെ ചിന്തകൾ കൊണ്ട് ലോകത്തെ ഞെട്ടിക്കുന്നു. രണ്ടാമത്തെ രൂപം സന്ത് കബീറിന്റേതാണ്. അതിൽ അദ്ദേഹം ജീവനും പരമാത്മാവും തമ്മിലുള്ള നിഗൂഢമായ ബന്ധത്തെ വ്യാഖ്യാനിക്കുന്നു. അതിലൂടെ ശുദ്ധഭക്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. മായയെയും ബ്രഹ്മത്തെയും വളരെ സരളമായി മനസ്സിലാക്കി തരുന്നു. അദ്ദേഹത്തിന്റെ ഒരു രൂപം സാമൂഹിക പരിഷ്കർത്താവിൻ്റെതാണ്. അദ്ദേഹം സമൂഹത്തെ ആചാരങ്ങളുടെ പിടിവാശികളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായി കാണാം. വേറൊരു രൂപം ആക്ഷേപഹാസ്യക്കാരൻ്റെതാണ്. ആ ആക്ഷേപഹാസ്യക്കാരൻ സാമൂഹിക തിന്മകളെയും അന്ധവിശ്വാസങ്ങളെയും പ്രഹരിച്ചുകൊണ്ടേയിരിക്കുന്നു. കബീറിന്റെ മറ്റൊരു രൂപം മാനവികതയുടെയാണ്. ആ വ്യക്തിത്വം, ലാളിത്യം, ആ നിർഭയത്വം, ആ ആഗ്രഹ നിർവൃത്തി എല്ലാം അദ്ദേഹത്തിലേക്ക് നമ്മെ ആകർഷിക്കുന്നു. അത് നമുക്ക് പ്രേരണ നൽകുന്നു. പോഥി പടുപട് ജഗമുവ പണ്ഡിത് ഭയാന കോയ് ഢായി ആഖർ പ്രേം കാ പഠേസോ പണ്ഡിത് ഹോയ്. കബീർ തന്റെ സാഖികളിൽ ജീവന്റെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുവാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദി ചരിത്രകാരന്മാർക്കിടയിൽ അദ്ദേഹത്തിന്റെ ജനന രഹസ്യത്തിന്റെയും കബീറിന്റെ ജനനത്തിന്റെയും ബന്ധപ്പെട്ട് അനേകം കേട്ടുകേൾവികളുണ്ട്. കബീറിന്റെ ജനനം 1455 കാശിയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് ഒരു വിധവ ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നുവെന്നും നാണക്കേട് ഭയന്ന് ലഹർതാര എന്ന തടാകത്തിന്റെ കരയിൽ ഉപേക്ഷിച്ചു എന്നും പറയപ്പെടുന്നു. അല്ലേ, ഇതെവിടുന്നാ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്? ഇതാ ലഹർ തടാകത്തിന്റെ അടുത്തു നിന്നാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഈ കുഞ്ഞിനെ ഇവിടെ ആരോ ഉപേക്ഷിച്ചു പോയത്? ഇനി ഏതെങ്കിലും സ്ത്രീ കുഞ്ഞിനെ ഇവിടെ കിടത്തി കുളിക്കാൻ പോയതാണെങ്കിലോ? പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഈ കുഞ്ഞാരുടേതാണ്? ഇതിനെ കൊണ്ടുപോകൂ. ആരുടെയും മറുപടി കിട്ടുന്നില്ലല്ലോ. ഇനി കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോവുക തന്നെ. വാ കുട്ട, വാ വാ ലാ 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 വാ 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 വോ വാ വാ വോ. നീമാ, നീമാ. ഇതെന്താ? ഈ കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടി? ഇത് ആരുടെ കുഞ്ഞാണ്? അല്പം ശ്വാസം ഒന്ന് വിടട്ടെ, പറയാം. കേക്ക്. ഈ കുഞ്ഞിനെ ലഹർതാര തടാകത്തിന്റെ കരയിൽ നിന്നും അനാഥമായി കിടന്നു കിട്ടിയതാണ്. പക്ഷേ
പക്ഷെ ഇതിനെ ആര് വളർത്താനാണ്? നമ്മൾ വളർത്തും ഈ പൊന്നോമന കുഞ്ഞിനെ. കബീറിന്റെ ബാല്യം വളരെയധികം ക്ലേശകരമായിരുന്നു. കുടുംബം മുഴുപട്ടിണിയിലായിരുന്നു. മകൻ നല്ലൊരു നെയ്ത്തുകാരൻ ആകണമെന്നായിരുന്നു നീരുവിന്റെയും നീമയുടെയും ആഗ്രഹം. പക്ഷേ കബീറിന്റെ നിയോഗം മറ്റൊന്നായിരുന്നു. അദ്ദേഹം നന്നേ ചെറുപ്പത്തിൽ തന്നെ ലൗകികതയോട് വിരക്തി കാണിച്ചു തുടങ്ങിയിരുന്നു. മായാ ദീപക് നർ പതംഗ് ഭ്രമി ഭ്രമി ഇവൈ പടന്ത് കഹേ കബീർ ഗുരു ജ്ഞാനത്തെ ഏകാധ് ഉപരൻ. ഒരു ഗുരുവില്ലാതെ മുന്നോട്ടുള്ള യാത്ര സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഒരു ഗുരുവിനെ തിരഞ്ഞിറങ്ങി. ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഷെയ്ഖ് തക്കിയുടെ ശിഷ്യനായും ചിലർ അദ്ദേഹത്തെ ഗുരു രാമാനന്ദിന്റെ ശിഷ്യനാണെന്നും അവകാശപ്പെടുന്നു. ഗുരു രാമാനന്ദ് ആ കാലഘട്ടത്തിലെ വലിയ ജ്ഞാനിയായിരുന്നു. കബീർ അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ രാമാനന്ദ് അത് നിരസിച്ചു. എങ്കിലും കബീർ അദ്ദേഹം തന്നെ തന്റെ ഗുരുവായി വേണം എന്നതിൽ ഉറച്ചുനിന്നു. അതിനായി കബീർ ഒരു ഉപായവും കണ്ടെത്തി. രാമാനന്ദ് ഗംഗയിൽ സ്നാനത്തിനായി നിത്യവും അതിരാവിലെ പോകാറുണ്ടായിരുന്നു. അതുപോലെ ഒരു ദിവസം രാമനാമം ജപിക്കൂ. എനിക്ക് ഗുരുമന്ത്രം ലഭിച്ചു, രാമനാമം എന്ന ഗുരുമന്ത്രം. ഇതിനുശേഷം കബീർ പൂർണ്ണമായും ഭക്തിമാർഗം സ്വീകരിച്ചു. ദിവസം മുഴുവൻ നെയ്ത്ത് ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന അദ്ദേഹം സന്ധ്യാനേരങ്ങളിൽ ആത്മീയ പ്രഭാഷണങ്ങളിൽ മുഴുകും. പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ പേര് പ്രസിദ്ധമാകാൻ തുടങ്ങി. പക്ഷെ കബീറിന്റെ അമ്മയ്ക്ക് ഇത് വളരെയധികം നീരസമുണ്ടാക്കി. തന്റെ മകൻ നാടും വീടും ഉപേക്ഷിച്ച് സന്യസിക്കാൻ പോകുമോ എന്നായിരുന്നു അവർക്ക് ഭീതി. അതുകൊണ്ടവർ മകന്റെ വിവാഹം ലോയി എന്നു പേരുള്ള ഒരു യുവതിയുമായി നടത്തി. പിന്നീട് കബീറിന് കമാൽ കമാലി എന്നു പേരുള്ള പുത്രനും പുത്രിയും ജനിച്ചു. പക്ഷെ കബീറിന് ഭൗതിക ജീവിതം നയിക്കുമ്പോഴും ലൗകികതയോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ലൗകിക ജീവിതത്തിന്റെ സുഖം, മിഥ്യാഭ്രമം, മായ എന്നിവയുടെ ബന്ധനങ്ങൾക്ക് ഒരിക്കൽ പോലും അദ്ദേഹത്തെ തളച്ചിടാനായില്ല. അദ്ദേഹം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായി ഭജനയിൽ കൂടുതൽ കൂടുതൽ മുഴുകി. അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ ഭക്തിഗീതങ്ങൾ മതിമറന്ന് പാടാറുണ്ടായിരുന്നു. मन लाग्यो मेरो यार फकीरी में, जो सुख पाऊं राम भजन में, सो सुख नाही अमीरी में. मन लाग्यो मेरो यार फकीरी में, साहिब मिले सबूरी में. मन लाग्यो मेरो यार फकीरी में. സന്ത് കബീർ തന്റെ വാക്കുകളാൽ എല്ലായ്പ്പോഴും ലോകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെ വളരെ സരളമായി വിവരിച്ചുകൊണ്ടേയിരുന്നു. കബീർ സമൂഹത്തിലുള്ള വിവേചനങ്ങളെ മാത്രമല്ല അന്ധവിശ്വാസത്തെയും വളരെയധികം ശക്തമായി തന്നെ ഖണ്ഡിച്ചു. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളിൽ വ്യാപിച്ചിരുന്ന തിന്മകളെ നിശിതമായി പ്രഹരിച്ച് അവർ തമ്മിൽ ഐക്യം ഊട്ടിയുറപ്പിച്ചു. अरे इन दोन राह न पाई. കബീറിന്റെ അചഞ്ചലമായ മാർഗത്തെ വളരെയധികം ആളുകൾ എതിർത്തിരുന്നു. അന്നത്തെ മുഗൾ ചക്രവർത്തിയായ സിക്കന്ദർ ലോധി അദ്ദേഹത്തെ ആക്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹം തന്റെ കർത്തവ്യപാതയിൽ മുന്നേറിക്കൊണ്ടേയിരുന്നു. ഈ യാത്രയിൽ അദ്ദേഹത്തിന് ഗുരു രേദാസ്, പീപ, ദന്ന തുടങ്ങിയ അനേകം സന്യാസിമാരുടെ തുണ ലഭിക്കുകയുണ്ടായി. കബീർ ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു. അദ്ദേഹം മുന്നോട്ടുവച്ച പ്രത്യയശാസ്ത്രം അദ്ദേഹത്തിന്റെ വചനങ്ങളും കവിതകളുമായി വ്യാപിക്കാൻ തുടങ്ങി. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും ദിനംപ്രതി വർദ്ധിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഹിന്ദുവും മുസ്ലിമും ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ശിഷ്യന്മാർക്ക് അതിസൂക്ഷ്മമായ അരൂപിയായ പരമാത്മാവിനെ ഉപാസിക്കുന്നതിനുള്ള മാർഗം ഉപദേശിച്ചു. അദ്ദേഹത്തിന്റെ ചിന്താഗതിയെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കബീർ പന്ത് മുതലായ അനേകം മഠങ്ങളും സ്ഥാപിച്ചു. അവയിൽ വാരണാസിയിലുള്ള കബീർ ചൗരയിലെ കബീർ മഠം വളരെ പ്രാധാന്യമേറിയതാണ്. ഭാരതത്തിന് പുറത്ത് വിദേശങ്ങളിലും കബീർ അനുയായികളുണ്ട്. स्थल से कबीर साहब ने
भक्ति आंदोलन की शुरुआत की। कबीर साहब के रास्ते को, कबीर साहब की परंपरा को ज्ञानाश्रयी शाखा कहते हैं। ज्ञान क्या है? कबीर साहब ने उस आत्मवाद का ज्ञान कहा जो कभी अनंत है, अपार है, अगोचर है, अनी है। ये ज्ञान कभी नष्ट नहीं होने वाला है सृष्टि में। कबीर साहब आत्मवादी संत थे और आत्मा को मान करके, आत्मा को जान करके इस ज्ञान को प्रसार किया। സുഹൃത്തുക്കളെ, ഹിന്ദി സാഹിത്യത്തിൽ ഭക്തികാലത്തെ സുവർണയുഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതേ സുവർണ ഭക്തികാലത്തിലെ ജ്ഞാനാശ്രയി ശാഖയും ജ്ഞാനാശ്രയി ശാഖയിലെ അരൂപ ബ്രഹ്മോപാസക സന്യാസി വര്യനായ കബീറും ചുറ്റുപാടും വ്യാപിച്ചിരുന്ന അജ്ഞാനത്തിനെ ദൂരീകരിച്ച് ജനങ്ങളെ പ്രബുദ്ധരാക്കി മാറ്റി. मोरी चुनरी में परी गयो दाग पिया, पंच तत्व की बनी चुनरिया, सो रहे सो बंद लागे जिया, कहत कबीरा दाग तब छुटी है, जब साहब अपनाए लिया. ജനസേവനമായിരുന്നു കബീറിന്റെ പ്രത്യയശാസ്ത്രം. പണ്ഡിതന്മാർ അദ്ദേഹത്തെ മാനവികതയുടെ വക്താവായി കണ്ടു. സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സിദ്ധാന്തങ്ങൾക്ക് കബീർ കൂടുതൽ ഊന്നൽ കൊടുത്തു. ദുഃഖത്തിന്റെ ആഴിയിൽ മുങ്ങിയ സാധാരണക്കാർക്ക് അദ്ദേഹം ആത്മപരിശോധന, ആത്മനിയന്ത്രണം, ആത്മജ്ഞാനം, ആത്മാഭിമാനം എന്നിവയ്ക്കായി പ്രേരിപ്പിക്കുന്ന അറിവിന്റെ മാർഗം കാട്ടിക്കൊടുത്തു. बुरा जो देखन में चला, बुरा ना मिलया को, जब दिल खोजा आपना, मुझसा बुरा न को. സന്ത് കബീർ ക്രാന്തദർശിയായ കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾ സാമൂഹ്യ ബോധത്തിൽ നിന്നും ഉത്ഭവിച്ചവയാണ്. താളുകളിലെ എഴുത്തിനേക്കാൾ കണ്ടറിഞ്ഞ അറിവിനെയാണ് അദ്ദേഹം കൂടുതൽ ആധികാരികമായി കണക്കാക്കിയത്. അദ്ദേഹത്തിന്റെ കാവ്യങ്ങൾ അനുഭവങ്ങളുടെ മണ്ണിൽ നിന്നും ജന്മം കൊണ്ടവയാണ്. केहि समझावो सब जग अंधा, एक दुई होए उन्हें समझाओ, सब ही भुलाने पेट के धंधा, सब ही भुलाने पेट के धंधा. कहे कबीर सुनो भाई साधो, जाए लिंगोटी झारी के बंदा, जाए लिंगोटी झारी के बंदा. സന്ത് കബീറിന്റെ വചനങ്ങളുടെ സമാഹാരം ബീജക് എന്നാണ് അറിയപ്പെടുന്നത്. ബീജക്കിൽ സമാഹരിച്ചിട്ടുള്ള കവിതകളെ പണ്ഡിതന്മാർ വ്യത്യസ്തമായ തലക്കെട്ടുകളോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി കബീർ ഗ്രന്ഥാവലി, കബീർ വാണി, കബീർ സാഖി സംഗ്രഹി എന്നിങ്ങനെ. ബീജക്കിന് 3 ഭാഗങ്ങളുണ്ട്: സാഖി, സബത്, രമൈണി. സംസ്കൃത വാക്കായ സാക്ഷിയെയാണ് സാഖി എന്ന് പറയുന്നത്. മഹാന്മാർ സ്വജീവിതം കൊണ്ട് ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണോ ആധാരപ്പെടുത്തിയിട്ടുള്ളത് അവയെല്ലാമാണ് സാഖി. സന്ത് കബീറിന്റെ ഈ രചനകൾ സാധാരണയായി അദ്ദേഹത്തിന്റെ ദോഹാ പദ്യശകലങ്ങളിലാണുള്ളത്. साखी आखी ज्ञान की समझ देखी मन माही, बिन साखी संसार का झगड़ा छूटत नाही. ഈ സാഖികളിലെല്ലാം ജീവിതത്തിന്റെ പ്രായോഗികമായ പക്ഷത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും തെളിവുകൾ നൽകി രേഖപ്പെടുത്തിയിട്ടുണ്ട്. बड़ा हुआ तो क्या हुआ, जैसे पेड़ खजूर, पंथी को छाया नहीं, फल लागे अति दूर. സബത് അല്ലെങ്കിൽ പദ് എന്നത് പാടാനുള്ളവയാണ്. ഇതിൽ ഭക്തിയും ആത്മജ്ഞാനവും അടങ്ങിയിരിക്കുന്നു. ഒരു വരി ആവർത്തന സ്വഭാവമുള്ളതാണ്. അത് ഒന്നിലധികം തവണ ആവർത്തിക്കപ്പെടും. दुल्हन गावहु मंगलाचार, हम घर आए राजा राम भरतार, हम घर आए
राजा राम भरता दुल्हन का बहु मंगलाचार। सुर 33 कोटिक आए मुनिवर सहस 88। कहे कबीर हम ब्याही चले हैं, कहे कबीर हम ब्याही चले हैं, पुरख एक अविनाशी। दुल्हन का बहु मंगलाचार, दुल्हन का बहु मंगलाचार। അരൂപിയായ ബ്രഹ്മത്തിന്റെ സ്തുതിക്കും ഉപദേശങ്ങൾ നൽകുന്നതിനും ലോക നന്മയ്ക്കും വേണ്ടിയാണ് രമയണി രചിക്കപ്പെട്ടിട്ടുള്ളത്. കബീറിന്റെ ബീജക്കിൽ ഏകദേശം 84 രമയണികൾ ഉണ്ട്. അവയെല്ലാം തന്നെ കൂടുതലും ബ്രജഭാഷയിൽ ആണ് എഴുതപ്പെട്ടിട്ടുള്ളത്. വരൂ കബീറിന്റെ ഒരു രമയണി കേൾക്കാം. अद्भुत पंथ बरन नहीं जाई, भूले राम भूली दुनियाई। जो चेतहु तो चेतहु रे भाई, नहीं तो जीव ही जम ले जाई, नहीं तो जीव ही जम ले जाई। संशय सावज बसे शरीरा, तिन खायो अब बेढल हीरा। शब्द न माने कथई ज्ञाना, ताते जम दियो है थाना, ताते जम दियो है थाना। സന്ത് കബീർ വളരെ ഗൗരവമേറിയ വിഷയങ്ങളിൽ സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു, അവരിൽ ബോധമുളവാക്കി. നിഗൂഢമായ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ കബീർ വൈപരീത്യ ശൈലി ഉപയോഗിച്ചു. एक अचंभा देखा रे भाई, आड़ा सिंह चरावे गाई। एक अचंभा देखा रे भाई, आड़ा सिंह चरावे गाई। पहले पूत पीछे भई माई, चेला के गुर लागे पाई। जल को मछली तरवर ब्याही, पकड़ी बिलाई मुर्गे खाई। एक अचंभा देखा रे भाई, आड़ा सिंह चरावे गाई। एक अचंभा देखा रे भाई, आड़ा सिंह चरावे गाई। ഇതിലെ ഗൂഢമായ അർത്ഥമിതാണ്. സിംഹരൂപമുള്ള ജ്ഞാനിയായ ജീവാത്മാവ് പശുരൂപിയായ ഇന്ദ്രിയങ്ങളെ വിരക്തഭാവത്തോടുകൂടി ലൗകിക കാര്യങ്ങളിൽ മുഴുകാൻ വിടുന്നു. ആദ്യം ജ്ഞാനരൂപിയായ മകൻ ജനിച്ചു, പിന്നീട് ഭക്തിരൂപിയായ മാതാവും. ഉപദേശവാക്കുകളാകുന്ന ഗുരു ജീവരൂപിയായ ശിഷ്യന്റെ കാലുപിടിക്കുകയാണ്. കുണ്ടലിനി രൂപിയായ മത്സ്യം സുഷുപ്നാരൂപിയായ വൃക്ഷത്തിന്റെ ശിഖരന്തരങ്ങളിലിരുന്ന് അറിവിന്റെയും ആനന്ദത്തിന്റെയും പുത്രന് ജന്മം നൽകി. മായാരൂപിയായ മാർജാരനെ പൂവൻകോഴിയുടെ രൂപമുള്ള ജ്ഞാനിയായ ജീവാത്മാവ് ഭക്ഷിച്ചു. അനന്തശക്തിയോടുള്ള കബീറിന്റെ ജിജ്ഞാസ ഗാഠമാണ്. ആ അനന്തശക്തിയെ അദ്ദേഹം മറ്റെന്തിനേക്കാളും സ്നേഹിച്ചിരുന്നു. ആ അലൗകികമായ തത്വത്തിൽ മുഴുകി അദ്ദേഹം പരമമായ ആനന്ദത്തിന്റെ അനുഭൂതി ആസ്വദിക്കുന്നു. ആ അനുഭൂതിയെ ബാഹ്യപ്രപഞ്ചത്തിൽ വ്യക്തമാക്കാനായി സന്ത് കബീർ പ്രചലിത ഭാഷയ്ക്ക് പകരം പ്രതിരൂപങ്ങളുടെ സഹായമാണ് തേടിയത്. സാധാരണ ജനങ്ങൾക്ക് ഇവയെല്ലാം ഗൂഢമായിട്ടാണ് പ്രതീതമാകുന്നത്. കബീറിന്റെ ആത്മദർശിയായ പ്രായോഗികമായ ആധ്യാത്മദർശനം യോഗയിലൂടെ മാത്രം വെളിപ്പെടുന്നവയാണ്. കബീർ വചനങ്ങളിൽ ഹഠയോഗയുടെ സ്വാധീനം ശക്തമാണ്. ഒരു ജ്ഞാനിക്ക് മാത്രമേ അതിന്റെ മർമ്മം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. साईं ने पठाया चेला, न्यामत लेके आना। पहली पठावन आटा लाना, हाट बाजार के पास न जाना। टोला टपरी बचा के चेला, झोली भर के लाना। साईं ने पठाया चेला, न्यामत लेके आना। दूसरी पठावन लकड़ी लाना, जंगल झाड़ के पास न जाना। पौधा सूखा बचा के चेला, बोझा बांध के लाना। साईं ने पठाया चेला, न्यामत लेके आना। तीसरी पठावन पानी लाना, गंग जमुन के पास न जाना। पोखरा इनार बचा के चेला, कमंडल भर के लाना। साईं ने पठाया चेला, न्यामत लेके आना। ഗുരു തന്റെ ശിഷ്യന്മാരെ ദുർലഭമായ വസ്തുക്കൾ കൊണ്ടുവരാൻ അയക്കുകയാണ്.
പോഷകതത്വമുള്ള വെള്ളത്തിൽ സാത്വിക മനോഭാവമുള്ള ആട്ടമാവ് സാധനയുടെ അഗ്നി കൊണ്ട് നന്നായി പാകമാകുന്നതാണ്. അതായത് ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നതാണ്. അതിലൂടെ നമുക്ക് പരമാനന്ദത്തിന്റെ മനസ്ഥിതി ലഭിക്കും. कबीर जिस अनुभव को हमारे सामने रख रहे हैं वह सगुण भक्ति की तरह बहुत साफ नहीं है. वह निर्गुण ब्रह्म की उपासना का मार्ग है और निर्गुण ब्रह्म की उपासना करते हुए उसका अनुभव करते हुए उसके अनुभूति का जो वर्णन कबीर ने किया है उसे हमने रहस्यवाद का नाम दिया है. दरअसल वह करोड़ों लोगों, उपेक्षित लोगों, ईश्वर विहीन लोगों को ईश्वर देने का, उन्हें एक उपासना पद्धति देने का, अपने शरीर को ही मंदिर मान लेने का उपक्रम है और इस तरह उसकी एक क्रांतिकारी भूमिका है. സന്ത് കബീറിന്റെ ഭാഷാ നൈപുണ്യം ആശ്ചര്യജനകമാണ്. ചിലർ അതിനെ കിച്ചടി ഭാഷയെന്നും ചിലർ അതിനെ സാധുക്കടി ഭാഷയെന്നും വിളിക്കുന്നു. കബീർ തന്റെ ഭാഷയിലൂടെ എന്തൊക്കെ പറയുവാൻ ആഗ്രഹിച്ചിരുന്നോ അവയെല്ലാം തന്നെ വളരെ സരളമായ രീതിയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ആശയവിനിമയ ക്ഷമതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭാഷയുടെ ഏകാധിപതി എന്ന് വിളിച്ചതും. സന്ത് കബീറിന്റെ ചിന്താഗതി പിരിമുറുക്കം നിറഞ്ഞ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ശാന്തിയുടെയും സുഖത്തിന്റെയും മാർഗം കാട്ടിത്തരുന്നു. അതിന്റെ പ്രസക്തി ഇന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. കബീറിന്റെ കാവ്യയാത്രയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ശരീരശുദ്ധി മുതൽ മനഃശുദ്ധി വരെയുള്ള കബീറിന്റെ ഈ യാത്ര ആത്മനിയന്ത്രണത്തെ ജനിപ്പിക്കുന്നതാണ്. മറുഭാഗത്ത് സന്ത് കബീർ പുറം ലോകത്തെ നന്മകളെയും തിന്മകളെയും കുറിച്ച് തന്റെ ധീരമായ നിലപാട് അവതരിപ്പിക്കുകയും സുഖലോലുപതയ്ക്കും അന്ധവിശ്വാസത്തിനും ഹിംസയ്ക്കുമെതിരെ ജനമനസ്സുകളെ ജാഗരൂകരാക്കുകയും ചെയ്യുന്നു. कबीरा सोई पीर है जो जाने पर पीर, जो पर पीर ना जाने सो काफिर बेपीर. कबीरा सो काफिर बेपीर. साच बराबर तप नहीं, झूठ बराबर पाप. जाके हृदय साच है ताके हृदय आप. कबीरा ताके हृदय आप. साईं इतना समाए मैं भी भूखा ना रहूं, साधु न भूखा जाए. कबीरा साधु न भूखा जाए. चलती चाकी देख के दिया कबीरा रोए. 2 पाटन के बीच में साबुत बचा न कोई. कबीरा साबुत बचा न कोई. ഈ പ്രപഞ്ചം നശ്വരമാണ്. ജീവിതത്തിൽ നിന്ന് മുക്തി ലഭിക്കാനായി കബീർ ഭക്തിയുടെ മാർഗം കാട്ടിത്തന്നു. रहना नहीं देश बिराना है, यह संसार कागज की पुड़िया. बूंद पड़े घुल जाना है. कहत कबीर सुनो भाई साधो, सद्गुरु नाम ठिकाना है. रहना नहीं देश बिराना है, बिराना देश बिराना है. സദ്ഗുരുവിന്റെ മഹത്വത്തെ കബീർ വീണ്ടും വീണ്ടും വർണ്ണിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഗുരുവിന് പരമാത്മാവിനേക്കാൾ മഹത്വം കൊടുത്തു. കാരണം സദ്ഗുരു മാത്രമാണ് പരമാത്മാവിൽ വരെ എത്താനുള്ള ഏകമാർഗം.
सद्गुरु की महिमा अनंत, अनंत किया उपकार, लोचन अनंत उघाड़या, अनंत दिखावण हार, अनंत दिखावण हार. കബീർ സ്വാഭാവിക ധ്യാനത്തിന്റെ വക്താവായിരുന്നു. മനസ്സെല്ലായ്പ്പോഴും ധ്യാനനിഷ്ഠയിൽ ഉണ്ടാവണമെന്നത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അദ്ദേഹം മനസ്സിനെ അചഞ്ചലമാക്കി നിർത്താനായി ബ്രഹ്മത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് പ്രാധാന്യം നൽകി. साधो सहज समाधि भली, गुरु प्रताप जा दिन तय जागी, दिन दिन अधिक चली. साधो सहज समाधि भली, गुरु प्रताप जा दिन तय जागी, दिन दिन अधिक चली. കബീറിന്റെ വചനങ്ങളിൽ നാദം, ബിന്ദു, അവധു, കുണ്ടലിനി, ഷഡ്ചക്രഭേദൻ, ഇട, പിങ്കള, സുഷുപ്ന, സുരതി, നിരതി, സമാധി തുടങ്ങിയ വാക്കുകൾ നിരന്തരം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കബീറിന്റെ സാഹിത്യം ഒരുമയുടെയും സാമൂഹിക ഐക്യത്തിന്റെയും സന്ദേശം നൽകുന്നു. കബീർ ഏകദൈവ സിദ്ധാന്തത്തിൽ അടിയുറച്ചു വിശ്വസിച്ചിരുന്നു. അദ്ദേഹം അരൂപിയായ ബ്രഹ്മത്തിന്റെ സരളമായ ഉപാസനയ്ക്കുള്ള മാർഗവും കാട്ടിത്തന്നു. ആത്മനിയന്ത്രണത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് തന്റെ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ. ആത്മനിയന്ത്രണത്തിലൂടെ മാത്രമേ എല്ലാത്തിനെയും ഒന്നുപോലെ കാണുവാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു കബീറിന്റെ കാഴ്ചപ്പാട്. कबीरा खड़ा बाजार में, सबकी मांगे खैर, ना कहूँ से दोस्ती, ना कहूँ से बैर, कबीरा ना कहूँ से बैर. കബീറിന്റെ രചനകൾ ആക്ഷേപഹാസ്യം നിറഞ്ഞവയാണ്. അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യങ്ങൾ ഒട്ടും സരളവും ഋജുവുമായിരുന്നില്ല. അവ വളരെയധികം മൂർച്ചയേറിയതായിരുന്നു. അദ്ദേഹത്തിന് ചിന്താസ്വാതന്ത്ര്യം വളരെയധികം പ്രിയമുള്ളതായിരുന്നു. ജീവിതത്തിൽ അദ്ദേഹം എളിമയ്ക്കും ലാളിത്യത്തിനും മഹത്വം നൽകി. ചിലപ്പോഴൊക്കെ കബീറിന്റെ മനസ്സ് വളരെയധികം കലുഷിതമാകാറുണ്ട്. അദ്ദേഹത്തിന് തോന്നാറുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് തൃഷ്ണയും അത്യാർത്തിയും? എന്തിനാണ് ഈ അസൂയയും വിദ്വേഷവും? साधो ये मुर्दों का गान, पीर मरे पैगंबर मरी है जिंदा जोगी, राजा मरी है प्रजा मरी है वैद और रोगी. साधो ये मुर्दों का गान. कबीर की कविता व्यक्तित्व की कविता है. उनमें आप देखते हैं कि वो बार बार ये कहते हैं कि जात जुलाहा मतिका धीर. इसका मतलब समझने की ज़रूरत है. जुलाहों के बारे में कुछ धारणाएं थीं उस ज़माने में. कबीर उनका खंडन करते हुए ये कह रहे हैं कि आप कुछ भी कहिए, लेकिन मैं मतिका धीर हूँ, मैं इस भवसागर को अपनी भक्ति के बूते पार करूँगा. ये जो इंडिविजुअल का सेंस है, जिसमें आदमी किसी को जात पात से नहीं पहचानता, मजहब से नहीं पहचानता, बल्कि उसके काम से पहचानता है, ये ठेठ आधुनिक सेंस है. तो कबीर तो आधुनिक युग के लिए प्रासंगिक हैं, बल्कि वो एक मायने में आधुनिक कवि ही हैं. दूसरी बात यह है कि कबीर के बारे में आमतौर से ये धारणा है कि वो व्यंग्य के, कटाक्ष के, लोगों का मजाक उड़ाने के, एक तरह के आक्रामक स्वभाव के कवि हैं. ये धारणा सच है, लेकिन आधा सच है. सच्चाई ये है कि कबीर बेसिकली मूलतः प्रेम के कवि हैं. उन्होंने स्वयं कहा है, पिंजर प्रेम प्रकाशया अंतर भया उजास, मुख कस्तूरी महमही बानी फूटी बास. मेरे शरीर में प्रेम का प्रकाश हुआ, अंदर मेरे रोशनी हुई
और मेरे मुख से कस्तूरी जैसी सुगंधित वाणी निकलने लगी। कबीर की कविता मूलतः प्रेम की कविता है। दूसरी बात यह है कि कबीर हर चीज़ की परख विवेक पर करने की बात करते हैं। वैष्णव भया तो क्या भया, बूझा नहीं विवेक। वो आपको याद दिलाते हैं कि अगर आप में विवेक नहीं है, अगर आप हर चीज़ की परीक्षा तर्क से नहीं करते, तो आप मनुष्य नहीं हैं। इसलिए मुझे लगता है कि कबीर हमेशा प्रासंगिक हैं और किसी भी बड़े कवि की तरह हमेशा प्रासंगिक रहेंगे। കബീറിന്റെ അഭിപ്രായത്തിൽ എവിടെ സത്യമുണ്ടോ അവിടെ ബ്രഹ്മാംശവും ഉണ്ടാകും. मैं अभय निरंतर पाया, साच कहो तो मारन धावे, झूठे जगपति आया. കബീറിന്റെ അഭിപ്രായത്തിൽ സത്യത്തിന്റെ പാത വളരെയധികം ക്ലേശകരമാണ്. ഈ പ്രപഞ്ചത്തിൽ മോഹങ്ങളെ ജയിക്കുക എന്നത് ദുഷ്കരമായ കാര്യമാണ്. ഇവിടെ എല്ലാം ക്ഷണികമാണ്. ഈ ചിന്തകളെല്ലാമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വിരക്തിയുടെ ഭാവമുണർത്തുന്നത്. कबीरा खड़ा बाजार में, दिए लुकाठी हाथ, जो घर फूके अपना, चले हमारे साथ कबीरा, चले हमारे साथ. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ കബീർ മഗ്ഹറിൽ പോയി. അവിടെ വച്ച് 1575 അദ്ദേഹത്തിന്റെ ആത്മാവ് ബ്രഹ്മത്തിൽ ലയിച്ചു. സുഹൃത്തുക്കളെ, ഹിന്ദിയിലെ ഇതിഹാസ സാഹിത്യകാരൻ സന്ത് കബീറിനെ കുറിച്ചുള്ള ഈ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും എന്ന പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. जो भजे हरि को, जो भजे हरि को सदा, जो भजे हरि को सदा, सोई परम पद